പിന്നെ ഞങ്ങൾ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ എന്താ തടസ്സം? പക്ഷേ ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമരം ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ടോ? സമാധാനപരമായി ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ച് പോകണം. അല്ല, ശരാശക്തികളെന്ന് പറയണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. പോയി നോക്കിയാൽ മതി. നിങ്ങളെല്ലാം പോയി നോക്കിക്കോ, എന്നിട്ട് പറഞ്ഞോ ആരൊക്കെയുള്ള അരാജക ശക്തികൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്തേ. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നല്ലപോലെ അരാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇന്നേ വരെ മാർക്സിസ്റ്റുകാർ ഒരു സമരത്തെയും തള്ളി പറയേണ്ട കാര്യമില്ല. വർഗ്ഗസമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റക്കുറച്ചിലോടുകൂടി സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തും. അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കും. പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാവർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ആവശ്യങ്ങൾ ജനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ ഏത് ആവശ്യം അനുകൂലമല്ലാത്തത്? പക്ഷേ കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം നൽകുന്ന ശമ്പളവും അല്ലെങ്കിൽ അലവൻസ്, ആ അലവൻസാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം കേരള ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ അലവൻസ് ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് നൽകുന്നുണ്ട്. കുടിശ്ശികയുണ്ടായിരുന്നു, കുടിശ്ശിക ഇപ്പോൾ തീർത്തിട്ടുണ്ട്. ആവശ്യമായ ചർച്ച നടത്തിയിട്ടും ഇനി അവസാനം ചർച്ച നടത്താതെയും ഒക്കെ സമരം അവസാനിപ്പിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്കതിനകത്ത് യാതൊരു സംശയമില്ല, ഒരു പിടിവാശിയില്ല.